ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചതുകൊണ്ടോ ആ ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിച്ചതുകൊണ്ടോ ഒരു കാരണവശാലും അയാൾക്ക് മോക്ഷം ലഭിക്കണമെന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ ഉറച്ച നിലപാട് സത്യവിശ്വാസത്തോടൊപ്പം ആ സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്തവന് മാത്രമാണ് മോക്ഷം ഉണ്ടാവുക. അതല്ലാതെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ടോ ഗവൺമെന്റ് രജിസ്റ്ററിൽ മുസ്ലിമാണെന്ന് രേഖപ്പെടുത്തിയതുകൊണ്ടോ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അയാളെ മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നതുകൊണ്ടോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗുണവുമില്ല. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസവും ആ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മവും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ പ്രകോപിപ്പിച്ചോ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് കാര്യമില്ല. അതാണ് അതിന്റെ മൗലികമായ അടിത്തറ. ഇതൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. നിർബന്ധിച്ച ഒരാളെ കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ അയാൾ വിശ്വസിക്കുന്നുണ്ടാവും ഈ പ്രപഞ്ചത്തിനോട് അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അയാൾ മുസ്ലിം ആവോ? മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചാൽ അയാൾ മുസ്ലിം ആവില്ല. സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കണം. ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, വൽ അസർ, കാലമാണ് സത്യം, ഹിസ്റ്ററിയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും ആ സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്തവരൊഴികെ. വളരെ കൃത്യമാണ് അള്ളാഹു പറയുന്നത്.